നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരു മാറ്റം കൊണ്ടുവരാനായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ ഇനിയുള്ള നിങ്ങളുടെ 90 ദിവസങ്ങൾ നിങ്ങൾ എനിക്ക് തരിക. അത്ഭുതകരമായ രീതിയിൽ നിങ്ങളുടെ ജീവിതം മാറുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ കൺമുന്നിൽ തന്നെ കാണാനായിട്ട് സാധിക്കും. അതിനു വേണ്ടിയിട്ട് നിങ്ങളെ പ്രത്യേകിച്ചൊന്നും ചെയ്യേണ്ട. പക്ഷേ ഞാൻ പറയുന്ന ചില കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ വളരെ വ്യക്തമായ രീതിയിലുള്ള മാറ്റങ്ങൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ നിങ്ങൾ കാണുന്നുണ്ട് ഞാൻ മാനിഫെസ്റ്റ് ചെയ്ത കാര്യങ്ങൾ എനിക്ക് ലൈഫിൽ സംഭവിച്ചത് എങ്ങനെ എന്നുള്ളത് പലരും എന്നോട് ചോദിക്കുന്നുണ്ട്. എങ്ങനെയാണ് ചെയ്തത്, എന്താണ് സംഭവിച്ചത്, എങ്ങനെയാണ് ഇത് മാനിഫെസ്റ്റ് ചെയ്തത് എന്നുള്ളതെല്ലാം ചോദിക്കുന്നുണ്ട്. അതിനുള്ള ഒരേ ഒരു ഉത്തരം എന്ന് പറയുന്നത് കൺസിസ്റ്റൻസി എന്നുള്ളതാണ്. നമ്മളൊരു കാര്യം നമ്മൾക്ക് ലൈഫിൽ വേണം എന്നുണ്ടെങ്കിൽ അത് നമ്മുടെ പാഷനായിട്ട് മാറണം. അത് നമ്മൾക്ക് നേടിയെടുത്തേ അത് കിട്ടിയാലേ എനിക്കിനി മുന്നേക്കൊരു ജീവിതമുള്ളൂ എന്ന രീതിയിലേക്ക് നമ്മളുടെ ലൈഫ് എത്തണം. അതിനു വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ നമ്മളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവരണം. ആ കൊണ്ടുവരുന്ന മാറ്റങ്ങളിലൂടെയാണ് നമ്മളുടെ ജീവിതത്തിലേക്ക് നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നമുക്ക് അട്രാക്ട് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ചില ടെക്നിക്കുകൾ അല്ലെങ്കിൽ അതിനു വേണ്ടി കൺസിസ്റ്റൻ്റ് ആയിട്ട് നിങ്ങൾ ഫോളോ ചെയ്യേണ്ട മെത്തേഡുകളാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്നത്. അപ്പോൾ ഇനിയുള്ള 90 ദിവസത്തിൽ നമ്മളുടെ ലൈഫിൽ വലിയൊരു ചേഞ്ച് കൊണ്ടുവരാനായിട്ട് പോവുകയാണ്. അപ്പോൾ ഞാൻ ഇന്ന് മെയിനായിട്ടും ഡിസ്കസ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത് റോബിൻ ശർമ്മ എന്ന എഴുത്തുകാരനെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അദ്ദേഹത്തിൻ്റെ വളരെ ലോകപ്രശസ്തമായിട്ടുള്ള ഒരു ടെക്നിക്കാണ്. അത് 90-90-1 എന്നുള്ള ഒരു ടെക്നിക്കാണ്. അപ്പോൾ നമുക്കിപ്പം നമ്മൾ ഈ ഒരു വർഷം തുടങ്ങുന്ന സമയത്ത് നമ്മൾ ഒരു എന്താ പറയുന്നത് ഈ വർഷത്തെ ഒരു ചലഞ്ചല്ല നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പലരും പകുതി വെച്ച് നിർത്തി, പിന്നെയും തുടങ്ങി, പിന്നെയും നിർത്തി, പിന്നെയും തുടങ്ങി, അങ്ങനെ സംഭവം ഇങ്ങനെ നടന്ന് ഇപ്പോൾ എത്രയായി, ഓഗസ്റ്റായി. അപ്പോൾ നിങ്ങൾക്ക് ഇനിയും ലൈഫിൽ അച്ചീവ് ചെയ്യാനുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ കുറേ ആൾക്കാരെയോ ഈ വർഷം തീർന്നു പോയല്ലോ എന്നൊക്കെ വിഷമിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ എല്ലാവർക്കുമായിട്ട് ഞാൻ പറയുകയാണ്, നമുക്കിനി മുന്നിൽ എത്രയോ കുറച്ച് മാസങ്ങൾ കൂടെ നമ്മുടെ മുന്നിലുണ്ട്. അതുകൊണ്ടൊരു 3 മാസം എന്നുള്ള പീരീഡ് നമ്മൾ എടുക്കുകയാണിപ്പോൾ. ഇപ്പോൾ നല്ലൊരു ദിവസം വെച്ച് നമുക്ക് അടുത്ത തിങ്കളാഴ്ച വെച്ച് നമുക്ക് തുടങ്ങാം. തിങ്കളാഴ്ച ചിങ്ങം 1 ഒരു മലയാള മാസം 1-ാം തീയതിയാണ്. അപ്പോൾ നമുക്ക് അന്ന് മുതൽ നമുക്കിത് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഇനിയുള്ളൊരു 90 ദിവസത്തേക്ക് നിങ്ങൾ ചെയ്യേണ്ട മെത്തേഡുകൾ, നിങ്ങളുടെ ജീവിതം മാറ്റാനായിട്ട് ചെയ്യേണ്ട മെത്തേഡ്, അത് ഈ റോബിൻ ശർമ്മയുടെ ഈ ഒരു ഞാൻ ഈ പറഞ്ഞിട്ടുള്ള ഒരു തിയറി വെച്ചിട്ടാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അതായത് 90-90-1 എന്നുള്ള ഒരു മെത്തേഡാണ്. അതായത് ഇനിയുള്ള 90 ദിവസത്തേക്ക് നമ്മൾ ഒരു ചിട്ടയായ രീതിയിൽ നമ്മുടെ ജീവിതത്തിനെ കൊണ്ടുപോകുന്നു. വെറും 3 മാസം, അത് കഴിഞ്ഞ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ജീവിച്ചോ. പക്ഷേ ഇനിയുള്ളൊരു 3 മാസം നിങ്ങൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് ഇത് ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ വ്യത്യാസം ഉണ്ടാവും. ഈ 90-90 എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 90-90-1 ഇതിനകത്ത് നമ്മൾ ഒരുപാട് ഗോളുകളിൽ ഇപ്പോൾ ഫോക്കസ് ചെയ്യുന്നില്ല. കാരണം നമുക്ക് വളരെ കുറച്ച് സമയം മാത്രമേ കയ്യിലുള്ളൂ ഈ വർഷം അവസാനിക്കാനായിട്ട്. അറ്റ്ലീസ്റ്റ് ഒരു കാര്യം നമുക്ക് സക്സസ്ഫുൾ ആയിട്ട് അച്ചീവ് ചെയ്യുകയാണെങ്കിൽ പിന്നെ ബാക്കിയുള്ള സമയം നമുക്ക് ബാക്കിയുള്ള ഗോളുകളിലേക്ക് നമുക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റും. സോ നിങ്ങൾ ഒരുപാട് ഗോളുകളിലേക്ക് നിങ്ങൾ എന്താ പറയുന്നത് സ്കാറ്റേർഡ് ആയിട്ട് നിങ്ങളുടെ ചിന്തകൾ പോകാതെ, നിങ്ങളുടെ എനർജി പോകാതെ നമുക്ക് ഇനിയുള്ള 3 മാസം ഒരു ഗോളിൽ നമുക്ക് ഫോക്കസ് ചെയ്യാം. ഒരേ ഒരു ഗോൾ, ആ ഒറ്റ ഗോളായിരിക്കണം നിങ്ങളുടെ ഇനിയുള്ള 3 മാസം നിങ്ങളുടെ മുന്നിലുണ്ടാവേണ്ടത്. അത് പണമാകാം, ജോലിയാകാം, പാർട്ട്ണറാകാം, വീടാകാം, കാറാകാം, എന്തും നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു കാര്യം. നിങ്ങൾക്ക് ലൈഫിൽ വേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ടാവും. ആ ഒരുപാട് കാര്യങ്ങളെ എല്ലാം നിങ്ങൾ ഒരുമിച്ച് മാനിഫെസ്റ്റ് ചെയ്ത് ലൈഫിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കാതെ ഒരെണ്ണത്തിന് നമുക്കിപ്പോൾ തൽക്കാലം ഫോക്കസ് ചെയ്യാം. ആ ഒരെണ്ണമാണ് ഇനിയുള്ള 90 ദിവസത്തേക്ക് നമ്മൾ ഫോക്കസ് ചെയ്യാൻ പോകുന്നത്. ആ ഫോക്കസ് ചെയ്യാൻ തന്നെ വെറുതെ ഫോക്കസ് ചെയ്യല്ല ചെയ്യുന്നത്, അത് വ്യക്തമായ ഒരു പ്ലാനും പദ്ധതിയും ഉൾപ്പെടുത്തി അതിനെ നമ്മളുടെ ജീവിതത്തിലേക്ക് നമുക്ക് വലിച്ചടിപ്പിക്കുകയാണ് ചെയ്യേണ്ടത്. അതിന് കൃത്യമായ രീതിയിലുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്യാനുണ്ട്. ഒരുപാട് തരത്തിലുള്ള ഒരുപാട് മെഡിറ്റേഷൻസ്, അതേപോലെ അഫർമേഷൻസ്, സ്ക്രിപ്റ്റിംഗ്, അങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മൾ ചെയ്യാനുണ്ട്. അതെന്തൊക്കെയാണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. പക്ഷേ 90 ദിവസത്തേക്ക് നമ്മളുടെ ഫോക്കസ് ഈ ഒരൊറ്റ കാര്യത്തിലായിരിക്കണം. ഇനി ഞാൻ പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. നമ്മളുടെ ലൈഫിൽ ഗോൾ സെറ്റ് ചെയ്യാനായിട്ട് വളരെ ഈസിയാണ്. ഓക്കെ, ഗോൾ നമുക്ക് ഇഷ്ടംപോലെ ഗോളുകൾ നമുക്ക് സെറ്റ് ചെയ്യാം. ഇന്ന ഗോൾ, ആ ഗോളുകൾ എന്നൊക്കെ നമുക്ക് ഒരുപാട്
നമുക്ക് സെറ്റ് ചെയ്യാം. പക്ഷേ ഗോൾ അല്ല നമ്മൾ ഫിക്സ് ചെയ്യേണ്ടത്. നമ്മൾ ഫിക്സ് ചെയ്യേണ്ടത് നമ്മളുടെ സിസ്റ്റമാണ്. കാരണം ഇപ്പോൾ കുത്തഴിഞ്ഞ് കിടക്കുന്ന നിങ്ങളുടെ ജീവിതം, നിങ്ങൾ തോന്നുമ്പോൾ എഴുന്നേൽക്കുന്നു, കുറേ നേരം ഫോണിൽ സ്ക്രോൾ ചെയ്യുന്നു, കുറേ ആൾക്കാരെ സംസാരിക്കുന്നു, അല്ലെ കുറേ നേരം വെറുതെ വേസ്റ്റ് ചെയ്ത് കളഞ്ഞു ടി വി കാണുന്നു, റീൽസ് കാണുന്നു, അങ്ങനെ ആകെ മെസ്സായി കിടക്കുന്ന ജീവിതത്തിനെ അടുക്കും ചിട്ടയുമായി കൊണ്ടുവന്ന് നിങ്ങളുടെ സിസ്റ്റം എപ്പോൾ നിങ്ങൾക്ക് റീഷേപ്പ് ചെയ്യാനായിട്ട് സാധിക്കുന്നോ അപ്പോൾ മാത്രമേ നിങ്ങളുടെ ഗോൾ നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. എനിക്ക് ഇന്ന ഗോൾ ഉണ്ട് എന്ന് പറയാനായിട്ട് ആർക്ക് സാധിക്കും? പക്ഷെ അത് നടപ്പിൽ വരണം എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സിസ്റ്റം നിങ്ങൾ ഫിക്സ് ചെയ്യണം. അതിനാണ് ഞാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റിഫ്ലക്റ്റ്. അതായത് നമ്മൾക്ക് കഴിഞ്ഞ ഇത്രയും മാസങ്ങളിൽ സംഭവിച്ച മിസ്റ്റേക്കുകൾ എന്തൊക്കെയാണ് എന്നുള്ളത് നമ്മൾ ആദ്യം ഐഡൻറ്റിഫൈ ചെയ്യണം. എന്തൊക്കെയാണ് എനിക്ക് പറ്റിയ തെറ്റുകൾ, എവിടേക്കാണ് എനിക്ക് പാളിപ്പോയത്, എന്തായിരുന്നു എനിക്ക്, ഏതൊക്കെ വഴിയിലാണ് ഞാൻ ഡിസ്ട്രാക്റ്റഡ് ആയത്, എന്തൊക്കെയാണ് എനിക്ക് ഇത്രയും കാലം നമ്മളെ കുറ്റപ്പെടുത്തുകയല്ല, അവനവനെ തന്നെ കുറ്റപ്പെടുത്താനല്ല ഞാൻ പറയുന്നത്. പക്ഷെ നിങ്ങൾ റിഫ്ലക്റ്റ് ചെയ്യണം, എന്തൊക്കെ സംഭവിച്ചു എന്തായിരുന്നു, എവിടെ നിന്നാണ് എനിക്ക് തെറ്റിപ്പോയത്. കാരണം നമ്മൾ നല്ല രീതിയിൽ സ്റ്റാർട്ട് ചെയ്ത ഒത്തിരി ആൾക്കാരുണ്ട്. അതിനുശേഷം ഞാൻ കൃത്യമായിട്ട് അതിൻ്റെ ടേബിളും കാര്യങ്ങളും ഒക്കെ തന്നു. അതിനൊക്കെ ശേഷവും ഇത് പാളിപ്പോയ ആൾക്കാരുണ്ട്. സോ എവിടെയാണ് നമുക്ക് പാളിപ്പോയത് എന്നുള്ളതിനെ പറ്റിയിട്ട് നിങ്ങൾ ആദ്യം നിങ്ങൾക്കൊരു ധാരണ ഉണ്ടാവണം. അപ്പോൾ നിങ്ങൾ എഴുതിക്കോ, ഇനിയിപ്പോൾ 2 ദിവസം ഉണ്ടല്ലോ, എഴുതി വെച്ചോ, ഇന്ന സ്ഥലത്താണ് ഞാൻ ഒരുപാട് നേരം ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ സ്ക്രോൾ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഞാൻ ഒരുപാട് നേരം ഫ്രണ്ട്സുമായിട്ട് സ്പെൻഡ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഞാൻ എൻ്റെ ഫോക്കസ് ഒന്നിലധികം ഗോളുകളിലേക്ക് പോകുന്നുണ്ട്, എനിക്ക് എവിടെ എന്ത് വേണമെന്ന് അറിയുന്നില്ല എന്നുള്ള അങ്ങനെ എന്താണെന്നുള്ളത് നിങ്ങൾ ഒരു പേജിൽ എഴുതുക. ഒരു ബുക്കിൻ്റെ ഒരു പേജിൽ എഴുതുക. അത് കുറേ നിങ്ങൾ എഴുതുമ്പോൾ ഇങ്ങനെ കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് കിട്ടും. അതിൻ്റെ തൊട്ടടുത്ത പേജിൽ അതിനുള്ള റെമഡി എന്താണെന്നുള്ളത് നിങ്ങൾ എഴുതുക. നിങ്ങൾ തന്നെയാണ് ചോദ്യവും, നിങ്ങൾ തന്നെയാണ് ഉത്തരവും. നിങ്ങൾക്ക് അതിനുള്ള ഉത്തരം കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ഇപ്പോൾ ഇൻസ്റ്റാഗ്രാം സ്ഥിരമായിട്ട് സ്ക്രോൾ ചെയ്യുന്നതാണ് നിങ്ങളുടെ പ്രശ്നമെങ്കിൽ ഇൻസ്റ്റാഗ്രാമാണ് ഇൻസ്റ്റാൾ ചെയ്യുക ഫോർ 3 months. 3 monthsലേക്ക് നിങ്ങൾ ഡിസപ്പിയർ ചെയ്തോ നിങ്ങളുടെ സോഷ്യൽ മീഡിയയിൽ നിന്ന്. അതിനുശേഷം ലൈഫിൽ എല്ലാം അച്ചീവ് ചെയ്ത് തിരിച്ച് നിങ്ങൾ സക്സസ്ഫുൾ ആയിട്ട് നിങ്ങൾ ഒരു സ്റ്റോറി പോസ്റ്റ് ചെയ്തോ ഇൻസ്റ്റയിൽ, അങ്ങനെ നിങ്ങൾക്ക് തിരിച്ചു വരാം. അങ്ങനെ ഡിസപ്പിയർ ആവുന്ന എത്രയോ ആൾക്കാരുണ്ട്, ഞാൻ ചെയ്യാറുണ്ട്, ഒരുപാട് ആൾക്കാർ ചെയ്യാറുണ്ട്. സോ അങ്ങനെ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാം. ഫ്രണ്ട്സുമായിട്ട് നിങ്ങൾ പുറത്ത് പോകുന്നുണ്ടെങ്കിൽ അതിന് ടൈം ലിമിറ്റ് നിങ്ങൾക്ക് ഫിക്സ് ചെയ്യാം. അതേപോലെ ടി വി കാണുന്നെങ്കിൽ ടി വിക്ക് നിങ്ങൾക്ക് ടൈം ലിമിറ്റ് ഫിക്സ് ചെയ്യാം. അങ്ങനെ എന്താണ് നിങ്ങളുടെ ഡിസ്ട്രാക്ഷൻ എന്നുണ്ടെങ്കിൽ അതിന് എന്താണ് പരിഹാരം എന്നുള്ളത് നിങ്ങൾ തന്നെ കണ്ടുപിടിച്ച് നിങ്ങൾ തന്നെ ആ ബുക്കിൻ്റെ 2ാമത്തെ പേജിൽ എഴുതുക. ഇതാണ് 1ാമത്തെ കാര്യം. 2ാമത്തെ കാര്യം എന്ന് പറയുന്നത് ഒരു ഗോൾ തീരുമാനിക്കുക എന്നുള്ളതാണ്. ഗോൾ ഫിക്സ് ചെയ്യുക എന്ന് പറയുന്നത് ഒരു ഈസി ടാസ്ക് അല്ല. കാരണം നമുക്ക് പെട്ടെന്നൊരു ഗോൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പലരും പലത് പറയും. പക്ഷേ ആ ഗോളിനെ നമുക്ക് ഫിക്സ് ചെയ്യാനായിട്ട് കുറേ കാര്യങ്ങൾ നമ്മൾ അതിനകത്ത് ചിന്തിക്കാനുണ്ട്. വെറുതെ നമ്മളിപ്പോൾ ചിന്തിച്ചിട്ട് എനിക്ക് അതാ ചെയ്യണം ഇത് വേണം എന്നുള്ളതല്ല. ഒരു ഗോൾ സെറ്റ് ചെയ്യുമ്പോൾ അതിന് സയൻറ്റിഫിക് ആയിട്ട് തന്നെ അതിനെ ഫിക്സ് ചെയ്യാനുള്ള ചില മെത്തേഡ് ഉണ്ട്. അതിന് ഒരു വളരെ ലോകപ്രശസ്തമായിട്ടുള്ള ഒരു മെത്തേഡാണ് സ്മാർട്ട് എന്ന് പറഞ്ഞ മെത്തേഡ്. സ്മാർട്ട് മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ SMART എന്നുള്ള ഒരു കുറച്ച് വേർഡ്സിൻ്റെ ഷോർട്ട് ഫോമാണ് സ്മാർട്ട്. അത് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ എസ് ഇൻഡിക്കേറ്റ്സ് സ്പെസിഫിക്. അതായത് നിങ്ങളുടെ ആ ഒരു ഗോൾ എന്താണെന്നുള്ളത് നിങ്ങൾ സ്പെസിഫിക് ആയിരിക്കണം. എനിക്ക് ലൈഫിൽ സക്സസ്ഫുൾ ആകണം, അതാണ് നിങ്ങളുടെ ഗോളെങ്കിൽ അത് സ്പെസിഫിക് അല്ല. നിങ്ങൾക്ക് എന്താകണം അതാണ് നിങ്ങളുടെ ഗോൾ. നിങ്ങൾക്ക് ബാങ്ക് മാനേജർ ആവണം, നിങ്ങൾക്ക് ഡോക്ടർ ആവണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു സെൻട്രൽ ഗവൺമെൻറ് ഉദ്യോഗസ്ഥനാകണം. അതുമല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു നിങ്ങളുടെ ബിസിനസ്സിൽ ഇത്ര കോടി ടേൺ ഓവറുള്ള ഒരു സക്സസ്ഫുൾ ബിസിനസ്മാൻ ആകണം. അങ്ങനെ സ്പെസിഫിക് ആയിരിക്കണം നിങ്ങളുടെ ഗോൾ. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇന്ന പാർട്ട്ണറെ നിങ്ങൾക്ക് കല്യാണം കഴിക്കണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത്ര എമൗണ്ട് നിങ്ങളുടെ അക്കൗണ്ടിൽ വേണം, അല്ലെങ്കിൽ ഇന്ന സ്ഥലത്ത് ഇന്ന പോലത്തെ വീട് എനിക്ക് വെക്കണം എന്ന രീതിയിൽ നിങ്ങളുടെ ഗോള് നിങ്ങൾ സ്പെസിഫിക് ആയിരിക്കണം. വേഗമായിട്ടുള്ള ഒരു ഗോൾ ആണ് എന്ന് നിങ്ങൾക്കുള്ളത് ഉണ്ടെങ്കിൽ അത് നടപ്പിൽ വരുത്താനായിട്ട് വളരെ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് നിങ്ങളുടെ ഗോൾ സ്പെസിഫിക് ആയിരിക്കണം. സോ ഫസ്റ്റ് ലെറ്റർ ഈസ് എസ്, ദാറ്റ് മീൻസ് സ്പെസിഫിക് ഗോൾ നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളതാണ് ആദ്യത്തെ കാര്യം. പിന്നെ നിങ്ങളുടെ ഗോൾ എന്ന് പറയുന്നത് മെഷറബിൾ ആയിരിക്കണം. അതായത് നിങ്ങളുടെ ലൈഫിൽ ഈ സക്സസ് നമുക്ക് ഓരോ ദിവസവും അതിന് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ നമുക്ക് മെഷർ ചെയ്ത് അതിന് സക്സസ്സിലേക്ക് നമ്മൾ എത്തുന്നുണ്ടോ എന്ന് നമുക്ക് അറിയാൻ പറ്റുന്ന രീതിയിൽ, നമുക്ക് മെഷർ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഗോളായിരിക്കണം. ഫോർ എക്സാമ്പിൾ, നിങ്ങൾക്കിപ്പോൾ ഒരു ഗവൺമെൻറ് ജോബ് വേണം, അതാണ് നിങ്ങളുടെ ഗോൾ എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 3 മാസം കഴിഞ്ഞിട്ട് എക്സാം ഉണ്ട്. ആ എക്സാമിന് വേണ്ടിയിട്ട് ഞാൻ ഇന്ന് ഇത്രയും പഠിച്ചു, എൻ്റെ ഇത്രയും സിലബസ് ഞാൻ കംപ്ലീറ്റ് ചെയ്തു, അതിൽ ഞാൻ മോക്ക് ടെസ്റ്റ് ചെയ്തപ്പോൾ എനിക്ക് ഇത്രയും മാർക്ക് കിട്ടി, നെക്സ്റ്റ് ഡേ ചെയ്തപ്പോഴത്തേക്കും ഞാൻ ഇത്രയും കൂടെ ഞാൻ കംപ്ലീറ്റ് ചെയ്തു, ഇനി ഇന്നലത്തെക്കാട്ടിൽ
അറ്റംപ്റ്റിലും 2 മാർക്ക് കൂടുതൽ കിട്ടി. സോ ഞാൻ എൻ്റെ ഗോളിലേക്ക് കുറച്ചും കൂടി അടുക്കുകയാണ്. അങ്ങനെ നമുക്ക് മെഷർ ചെയ്ത് കിട്ടാൻ പറ്റുന്ന ഒരു ഗോളായിരിക്കണം നിങ്ങളുടെ ഗോൾ. ഓക്കെ. പിന്നെ അച്ചീവബിൾ ആയിരിക്കണം. അതായത് ഇന്നിപ്പോൾ നമുക്ക് ഒട്ടും എന്താ പറയുന്നത്, അപ്രാപ്യമായ രീതിയിൽ നമുക്കൊട്ടും ഇമാജിൻ പോലും പറ്റാത്ത രീതിയിലുള്ള ഗോൾ നിങ്ങൾ സെറ്റ് ചെയ്യാതിരിക്കാം. അതായത് ഈ 3 മാസം കൊണ്ട് അല്ലെങ്കിൽ മേ ബി ഈ ഇയർ എൻഡ് കൊണ്ട് നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുന്ന ഒരു ഗോൾ എന്തായിരിക്കും എന്നുള്ളത് നിങ്ങൾ തന്നെ ഡിസൈഡ് ചെയ്യുക. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ സിവിൽ സർവീസ് എക്സാം അടുത്ത വർഷം എക്സാം നടന്ന് നിങ്ങൾക്ക് ജോലി കിട്ടുന്നത് എങ്ങനെയാണ്, ഇനി ഒരു 1.5 വർഷം കഴിയുമ്പോഴാണ്. അപ്പോൾ പക്ഷേ ഈ 3 മാസത്തിൽ അത് നടക്കില്ല. അപ്പം 3 മാസത്തിൽ എനിക്ക് IAS ഓഫീസർ ആവണം എന്ന് നിങ്ങൾ ആഗ്രഹിച്ചു കഴിഞ്ഞാൽ നടക്കില്ല. അച്ചീവബിൾ ആയിരിക്കണം. നിങ്ങളുടെ ഈ 3 മാസത്തിൽ നടക്കാനായിട്ട് സാധ്യതയില്ല. ഇപ്പം ബിസിനസ്സിൽ സക്സസ് 3 മാസത്തിൽ ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചാൽ ചെയ്യാൻ പറ്റും, സാധിക്കും. അത് പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഗവൺമെൻറ് ജോബ് കിട്ടുമോ? സാധിക്കും, തീർച്ചയായും. പക്ഷെ നിങ്ങൾ എഴുതുന്ന എക്സാം എന്നാണ്, അതിൻ്റെ റിസൾട്ട് എന്നാണ് വരുന്നത്, ഇതെല്ലാം അനുസരിച്ചിരിക്കും. നിങ്ങൾ ഈ ഒരു 90 ഡേയ്സിലേക്ക് തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്യണം എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ 90 ഡേയ്സ് ആണ് ഒരു ആപ്റ്റ് ആയിട്ടുള്ള ടൈം. പക്ഷേ നിങ്ങളുടെ ചിലപ്പോൾ മേ ബി നിങ്ങളുടെ എക്സാം ഒരു 3 മാസം കഴിഞ്ഞിട്ടാണ് റിസൾട്ട് വരുന്നത്, അത് കഴിഞ്ഞ് 2 മാസം കഴിഞ്ഞിട്ടാണെന്ന്, ദാറ്റ്സ് ഓക്കെ. സോ ആ രീതിയിൽ നമുക്ക് അച്ചീവബിൾ ആയിട്ടുള്ള ഗോളായിരിക്കണം നിങ്ങൾ സെറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ എസ് എന്ന് പറഞ്ഞാൽ സ്പെസിഫിക്, എം എന്ന് പറഞ്ഞാൽ മെഷറബിൾ, എ എന്ന് പറഞ്ഞാൽ എന്താണ്, അച്ചീവബിൾ. പിന്നെയുള്ളത് എന്താണ്, റെലവൻ്റ് ആയിരിക്കണം. നിങ്ങളുടെ ലൈഫിൽ അത് റെലവൻ്റ്, എന്ത് മാറ്റമാണ് നിങ്ങളുടെ ലൈഫിൽ അത് കൊണ്ടുവരാൻ പോകുന്നത്, അതായിരിക്കണം. അത് നിങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയി നിങ്ങൾ ചിന്തിക്കണം. ഒരു ചേഞ്ചാണ് നിങ്ങൾ ആസ് എ പേഴ്സൺ നിങ്ങളുടെ ലൈഫിൽ, നിങ്ങളുടെ ചുറ്റുമുള്ളവരിൽ എന്തൊരു ചേഞ്ച് കൊണ്ടുവരാനായിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് ആ ഗോൾ എന്ന് തീരുമാനിച്ച് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം അതായിരിക്കണം നിങ്ങളുടെ ഗോൾ. അതേപോലെ തന്നെ ടൈം ബൗണ്ട് ആയിരിക്കണം. അതായത് എനിക്ക് പണക്കാരനാവണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും എനിക്ക് പണക്കാരനാവണം എന്ന് നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ 40-50 വർഷം കഴിഞ്ഞാൽ നിങ്ങൾ പണക്കാരനാവില്ല. എന്തെങ്കിലും എനിക്കൊരു ഗവൺമെൻറ് ജോബ് കിട്ടണം എന്ന് നിങ്ങൾ ആഗ്രഹിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരിക്കലും ഗവൺമെൻറ് ജോബ് കിട്ടാൻ പോകുന്നില്ല. എന്തെങ്കിലുമൊക്കെ എനിക്ക് ലൈഫിൽ നിന്ന് സക്സസ്ഫുൾ ആണെന്ന് വിചാരിച്ചാൽ സക്സസ്ഫുൾ ആവാൻ പോകുന്നില്ല. എന്തെങ്കിലുമൊക്കെ എൻ്റെ ബിസിനസ് ഒന്ന് രക്ഷപ്പെട്ടാൽ മതി എന്ന് ചിന്തിച്ചാൽ ബിസിനസ് രക്ഷപ്പെടാൻ പോകുന്നില്ല. പകരം ഇത്ര നാൾക്കുള്ളിൽ എൻ്റെ ബിസിനസ്സിന് ഇത്ര ടേൺ ഓവർ ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ ഇത്ര നാൾക്കുള്ളിൽ എൻ്റെ ബിസിനസ് അല്ലെങ്കിൽ ഞാൻ എക്സാം എഴുതി എനിക്ക് പാസ്സായി എനിക്ക് ആ ജോബ് കിട്ടണം, അല്ലെങ്കിൽ ഇത്ര നാൾക്കുള്ളിൽ എൻ്റെ ബാങ്ക് ബാലൻസ് ഇതായിരിക്കണം എന്ന രീതിയിൽ നിങ്ങൾ ടൈം ബൗണ്ട് ആയിട്ട് വേണം നിങ്ങളുടെ ഗോൾ സെറ്റ് ചെയ്യാൻ. കാരണം അത് കഴിഞ്ഞ് നമുക്ക് അടുത്ത ഗോളിന് പുറകെ പോകാനുള്ളതാണ്. കാരണം മനുഷ്യന്മാരാണ്, നമുക്ക് ഒരുപാട് ആഗ്രഹങ്ങളും വിഷസും എല്ലാം ഉണ്ട്. സോ അതിൻ്റെ പുറകെ പോകാനായിട്ട് നമുക്ക് ടൈം വേണം, നമുക്ക് അതിന് വേണ്ടിയിട്ട് കാര്യങ്ങൾ ചെയ്യണം. സോ ഇത് കംപ്ലീറ്റ് ചെയ്തിട്ട് വേണം നമുക്ക് അടുത്ത ഗോളിൻ്റെ പുറകെ പോകാനായിട്ട്. ഓക്കെ. സോ ഇപ്പോൾ എൻ്റെ കാര്യത്തിലാണെന്നുണ്ടെങ്കിൽ ഞാൻ ആദ്യം കാർ മേടിച്ചു, അതിനുശേഷം വീട് മേടിച്ചു. ആദ്യം ഞാൻ എൻ്റെ സ്കൂട്ടർ മേടിച്ചു, അതിനുശേഷം ജോലി മേടിച്ചു, കാർ മേടിച്ചു, വീട് മേടിച്ചു, പാർട്ട്ണറിനെ കണ്ടുപിടിച്ചു, പിന്നെ ഞാൻ ഏറ്റവും ആഗ്രഹിക്കുന്ന എൻ്റെ കാർ എനിക്ക് കിട്ടി. അങ്ങനെ ഓരോരോ ഗോളായിട്ടാണ് ഞാനിത് ഇങ്ങനെ കവർ ചെയ്തുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനി എനിക്ക് അടുത്ത ഗോളുണ്ട്. സോ അതിനിടയ്ക്ക് ഗോൾഡ് മേടിച്ച് അങ്ങനെ ഓരോന്നായിട്ടാണ് നമ്മളത് ഫിക്സ് ചെയ്ത് ഒരു കാര്യത്തിന് നമ്മൾ എയിം ചെയ്തിട്ട് അത് നമ്മൾ പിടിച്ചെടുക്കുന്നു, അതിനുശേഷം അടുത്തതിനെ എയിം ചെയ്ത് പിടിച്ചെടുക്കുന്നു. സോ എൻ്റെ അടുത്ത സ്റ്റെപ്പിലേക്കാണ് ഞാൻ പോകുന്നത്. സോ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ പ്ലാൻ ചെയ്യേണ്ടത്. അത് ഇത്ര നാൾക്കുള്ളിൽ നടക്കണം എന്നുള്ള രീതിയിൽ ഞാൻ പ്ലാൻ ചെയ്ത് അത് എക്സിക്യൂട്ട് ചെയ്യണം. സോ എന്തായിരിക്കണം, ടൈം ബൗണ്ട് ആയിരിക്കണം. സോ ഈ രീതിയിലായിരിക്കണം നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, നിങ്ങളുടെ ഗോൾ സെറ്റ് ചെയ്യേണ്ടത്. ഓക്കെ. ഇപ്പോൾ നമ്മൾ ഗോൾ സെറ്റ് ചെയ്തു. ഓക്കെ, ആദ്യം നമ്മൾ റിഫ്ലക്ട് ചെയ്തു, ഗോൾ സെറ്റ് ചെയ്തു. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 90 മിനിറ്റുകൾ, അത് മേ ബി നിങ്ങൾക്ക് രാവിലെ ആയിരിക്കാം, വൈകുന്നേരമായിരിക്കാം, അത് നിങ്ങൾക്ക് ഡിസൈഡ് ചെയ്യാം. ഓക്കെ. പക്ഷെ റോബിൻ ശർമ്മ പറയുന്നത് രാവിലെ എന്നാണ് അദ്ദേഹം പറയുന്നത്. ഓക്കെ. ബട്ട് ഞാനിവിടെ പറയുകയാണ്, നിങ്ങൾക്ക് മേ ബി ചില ആൾക്കാർക്ക് അത് രാവിലെ ആയിരിക്കും നിങ്ങളുടെ ഒരു ടൈം നിങ്ങൾക്ക് കണ്ടെത്താൻ പറ്റുന്നത്. ചില ആൾക്കാർക്ക് നിങ്ങളുടെ ഓഫീസോ കോളേജോ ഒക്കെ കഴിഞ്ഞിട്ടുള്ള ഒരു 90 മിനിറ്റ് ആയിരിക്കും നിങ്ങളുടെ ഇമ്പോർട്ടൻ്റ് ടൈം. നിങ്ങൾക്ക് സ്വസ്ഥതയും സമാധാനവും അതുപോലെ നിങ്ങൾ ഏറ്റവും ആക്റ്റീവുമായിരിക്കുന്ന ജീവിതത്തിൻ്റെ 90 മിനിറ്റുകൾ, ആ 90 മിനിറ്റുകൾ നിങ്ങളുടെ ജീവിതത്തിലെ നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഗോളിന് വേണ്ടി മാത്രം പരിശ്രമിക്കാൻ വേണ്ടി നിങ്ങൾ മാറ്റിവെക്കണം.
വേറെ ഒന്നും, വേറെ ഒരു ഡിസ്ട്രാക്ഷൻ അവിടെ പാടില്ല. ആ 90 മിനിറ്റുകൾ നിങ്ങൾക്കുള്ളതാണ്. 90 മിനിറ്റുകൾ എന്ന് പറയുന്നത് ഏറ്റവും മിനിമം ആണ്. അതിൽ കൂടുതൽ നിങ്ങൾക്ക് സ്പെൻഡ് ചെയ്യാൻ സാധിക്കുമെങ്കിൽ വളരെ നല്ലത്. പക്ഷേ അറ്റ്ലീസ്റ്റ് നിങ്ങളുടെ ജീവിതത്തിലെ ആ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ദിവസത്തെ ആ ഇമ്പോർട്ടൻ്റ് ആയിട്ട് 90 മിനിറ്റുകൾ നിങ്ങൾ ഡെയിലി എന്തൊക്കെ സംഭവിച്ചാലും, കൊച്ചച്ഛൻ്റെ മോളുടെ കല്യാണത്തിന് പോയെങ്കിലും, ആ വീട്ടിലാരെങ്കിലും ആരെങ്കിലും എന്ത് സംഭവിച്ചെങ്കിലും, നിങ്ങളുടെ ഒരു ജീവിതത്തിൽ ഒരു ദിവസത്തെ 90 മിനിറ്റുകൾ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളുടെ ആ ഗോൾ ബെറ്റർ ആക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ അതിനു വേണ്ടി നിങ്ങൾ പരിശ്രമിക്കണം. അത് നിങ്ങളുടെ ബിസിനസ് ആകാം, എക്സാം ആകാം, ഇനി മേ ബി നിങ്ങളുടെ കരിയർ ബിൽഡ് ചെയ്യുന്നതാകാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും മേ ബി എന്താ പറയുന്നത് ഷെയർ മാർക്കറ്റിൽ, അങ്ങനെ എന്താണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് അതിനുവേണ്ടി പഠിക്കാൻ വേണ്ടിയിട്ട്, അതിന് സ്കിൽ ആർജിക്കാൻ വേണ്ടിയിട്ട്, മേ ബി അതിനുവേണ്ടി നിങ്ങൾക്ക് ഒരു ഓൺലൈൻ കോഴ്സ് ജോയിൻ ചെയ്യേണ്ടി വരുമായിരിക്കും, മേ ബി ആൾക്കാരെ പോയി മീറ്റ് ചെയ്യേണ്ടി വരുമായിരിക്കും, മേ ബി അത് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് കാണേണ്ടി വരുമായിരിക്കും, നോട്ട്സ് എഴുതേണ്ടി വരുമായിരിക്കും. എന്താണ് നിങ്ങൾക്ക് ആ ഗോളിന് വേണ്ടി നിങ്ങൾ ചെയ്യേണ്ട കാര്യം, അത് ആ 90 മിനിറ്റുകൾ നിങ്ങൾ യൂസ് ചെയ്യുക. അത് നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങളത് എക്സിക്യൂട്ട് ചെയ്യുക എന്നുള്ളതാണ്. ഇനി ഇതിനോടൊപ്പം തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങളുടെ എനർജി ഡ്രെയിനേഴ്സ് എന്താണെന്നുള്ളത് കണ്ടുപിടിച്ച് അതിനെ അവോയ്ഡ് ചെയ്യുക എന്നുള്ളതാണ്. അത് മേ ബി സോഷ്യൽ മീഡിയ ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരായിരിക്കാം, നിങ്ങളുടെ പാർട്ട്ണർ ആയിരിക്കാം, നിങ്ങളുടെ മക്കളായിരിക്കാം, നിങ്ങളുടെ സുഹൃത്തുക്കളായിരിക്കാം, ആരുമാകാം, എന്തുമാകാം. സോ ആ എനർജി ഡ്രെയിനർ നിങ്ങളുടെ എനർജിയെ ഡ്രെയിൻ ചെയ്യിക്കുന്ന അത് എന്ത് തന്നെയാണെന്നുണ്ടെങ്കിലും അതിനെ നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ഈ ഒരു 90 ദിവസത്തേക്ക് ഒഴിവാക്കി നിർത്തുക. കാരണം നമ്മളിപ്പോൾ ഹൈ ഫ്രീക്വൻസിയിൽ പോവുകയാണ്, നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ്. സോ ആ ഒരു പീരീഡിൽ ഒരു നെഗറ്റിവിറ്റി നമ്മുടെ ലൈഫിൽ വേണ്ട. സോ അത്തരത്തിലുള്ള ആൾക്കാരുമായിട്ടുള്ള ഇൻട്രാക്ഷൻ കുറയ്ക്കുക, അത്തരത്തിലുള്ള കാര്യങ്ങളിലേക്കുള്ള നമ്മളുടെ ഇൻവോൾവ്മെൻറ്റ് കുറയ്ക്കുക. ഇപ്പോൾ സോഷ്യൽ മീഡിയ ആണ് നിങ്ങളുടെ ഡിസ്ട്രാക്ഷൻ, നിങ്ങളുടെ എനർജി ഡ്രെയിനർ എങ്കിൽ സോഷ്യൽ മീഡിയ മാക്സിമം നിങ്ങൾ കട്ട് ഡൗൺ ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങൾ മേ ബി നിങ്ങളുടെ സുഹൃത്തുക്കളാണ് നിങ്ങളെ ഭയങ്കരമായിട്ട് പിന്നോട്ട് വലിക്കുന്നത്, പാർട്ട്ണറാണ്, അങ്ങനെയാണെങ്കിൽ അവരുമായിട്ടുള്ള ഇൻട്രാക്ഷൻ മാക്സിമം കുറയ്ക്കുക. നിങ്ങളുടേതായ ഒരു കൊക്കോൺ ഉണ്ടാക്കി അതിനുള്ളിലിരിക്കുക. നിങ്ങളുടെ എനർജി ഒരു തരി പോലും പുറത്തേക്ക് കൊണ്ടുപോകാനായിട്ട് നിങ്ങൾ സമ്മതിക്കരുത്. അത് നമുക്ക് ആവശ്യമാണ്. ഈ 90 ദിവസം നമ്മളെ രക്ഷിക്കാനായിട്ട് നമ്മൾ മാത്രമേ ഉള്ളൂ. ഒരു സേവിയറും വരില്ല, ഒരാളും വരില്ല നമ്മളെ രക്ഷിക്കാനായിട്ട് നമ്മൾ മാത്രമേ ഉള്ളൂ. സോ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ കറക്റ്റായിട്ട് നിങ്ങൾ പരിശ്രമിക്കുക, നിങ്ങൾക്ക് അത് സംഭവിക്കും. സോ ഇത്തരത്തിലുള്ള എല്ലാ എനർജി ഡ്രെയിനേഴ്സിനെ അകറ്റി നിർത്തുക 90 ദിവസത്തേക്ക്. പിന്നെ ഓരോ ദിവസം ചെയ്യേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, ഓരോ ദിവസം കഴിയുമ്പോഴും ഉറങ്ങാൻ പോകുന്നതിന് മുന്നേ അന്നത്തെ ദിവസത്തിൻ്റെ റിഫ്ലക്ഷൻ, എന്താണ് ഇന്ന് ഞാൻ ചെയ്തത്, എനിക്ക് എവിടെയാണ് പാളിപ്പോയത് എന്നുള്ളത് നിങ്ങൾ വ്യക്തമായിട്ട് നിങ്ങൾ അവലോകനം ചെയ്യുക. നിങ്ങൾ തന്നെ അത് ഐഡൻറ്റിഫൈ, എവിടെയാണ് ഒരു മിസ്റ്റേക്ക് വന്നത്. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇത് ഭയങ്കര സ്ട്രിക്റ്റായിട്ട് നിങ്ങൾ ഫോളോ ചെയ്യണ്ട എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതായത് നിങ്ങൾ ഭയങ്കര കടും പിടുത്തം പിടിക്കേണ്ട. അങ്ങനെ വരുമ്പോൾ നമുക്ക് ഭയങ്കര എക്സോസ്റ്റഡ് ആയിട്ട് ഫീൽ ചെയ്യും. മേ ബി ഒരു ചെറിയ മിസ്റ്റേക്ക് വന്നാൽ പോലും നിങ്ങൾക്ക് ഭയങ്കരമായിട്ടും അയ്യോ എൻ്റെ കയ്യിൽ നിന്ന് പോയി, അങ്ങനെയില്ല. മേ ബി നിങ്ങൾക്ക് ഒരു 50% ചെയ്യാൻ സാധിച്ചെങ്കിലും ദാറ്റ്സ് ഓക്കെ, അത് ഭയങ്കര അച്ചീവ്മെൻ്റ് ആണ്. സ്ലോലി നമുക്ക് നമ്മളുടെ ആ ഒരു പാത്തിലേക്ക് എത്താനായിട്ട് സാധിക്കും. സോ മേ ബി ഒരു ദിവസം 2 ദിവസം നമുക്ക് എന്തെങ്കിലും രീതിയിൽ നമുക്ക് ചെറിയൊരു മിസ്റ്റേക്ക് സംഭവിച്ചുവെങ്കിൽ ദാറ്റ്സ് ഓക്കെ. അതിനുള്ള ഒരു ഫ്രീഡം ഇതിന് നിങ്ങൾ കൊടുക്കുക. പക്ഷെ മാക്സിമം നിങ്ങൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് നിങ്ങളുടെ ആ ഗോൾ, കാരണം അതിലേക്ക് നമുക്ക് ഒരു ഗോൾ അച്ചീവ് ചെയ്യണമെങ്കിൽ അതിന് പാഷൻ വേണം. അതിന് വേണ്ടിയിട്ടുള്ള നിങ്ങളുടെ ഫ്യൂലാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. ഇൻസൾട്ട്, അപമാനങ്ങൾ, വേദനകൾ, സങ്കടം, കരച്ചിൽ, കണ്ണീര് എല്ലാം അതിൻ്റെ ഫ്യൂലാണ്. അതിൽ നിന്നെല്ലാം രക്ഷപ്പെടാനായിട്ടുള്ള ഒരേ ഒരു വഴി എന്ന് പറയുന്നത് ഈ 90 ദിവസമാണ്. സോ നിങ്ങളുടെ ഉള്ളിൽ ആ ഒരു പാഷൻ ഉണ്ടാവണം. ഇപ്പോൾ ഒരു സീരിയൽ കാണാനായിട്ടോ, വെബ് സീരീസ് കാണാൻ, ഒരു മൂവി കാണാനായിട്ടോ ഒക്കെ നിങ്ങൾക്ക് പാഷൻ തോന്നില്ലേ? മേ ബി ഒരു ട്രിപ്പ് പോകാൻ, ആ പാഷൻ നിങ്ങളുടെ ഈ ഒരു കാര്യത്തിൽ നിങ്ങൾ കൊണ്ടുവരിക. സോ ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്കത് അത് ചെയ്യാതിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഭയങ്കരമായിട്ടുള്ള വിഷമം ഫീൽ ചെയ്യുന്ന രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ആ ഒരു പാഷൻ നിങ്ങളുടെ ഗോളിലേക്ക് നിങ്ങൾ ഇഞ്ചക്ട് ചെയ്ത് കൊടുക്കുക. ഓക്കെ, എനിക്കിനി പറയാനുള്ളത്, ഇത് നമ്മൾക്ക് വെറുതെ ഇങ്ങനെ ഒരു ദിവസം 90 മിനിറ്റ്സ് ഇങ്ങനെ ചെയ്യാം അങ്ങനെ ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാര്യം നടക്കില്ല. അതിന് കൃത്യമായ പ്ലാനുകൾ വേണം. അതിനൊരു മോർണിംഗ് റുട്ടീനും ഈവനിങ് റുട്ടീനും നമുക്ക് വേണം. മാനിഫെസ്റ്റേഷനും ഇതിനൊപ്പം തന്നെ സംഭവിക്കണം. കാരണം
വെറുതെ നമ്മൾ വർക്ക് മാത്രം പോരാ, നമ്മുടെ മൈൻഡ് സെറ്റും അത്രത്തോളം പവർഫുൾ ആയിരിക്കണം. നമ്മുടെ മൈൻഡിൻ്റെ ഫ്രീക്വൻസിയും നമ്മുടെ ഗോളിൻ്റെ ഫ്രീക്വൻസിയുമായിട്ട് അലൈൻഡ് ആയിട്ട് വന്നെങ്കിൽ മാത്രമേ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നടക്കുകയുള്ളൂ. കാരണം നമ്മൾ കഷ്ടപ്പെടുന്നുണ്ട്, പക്ഷേ മനസ്സ് മൊത്തം നെഗറ്റീവ് ആണെന്നുണ്ടെങ്കിൽ ഒരു കാര്യവും ലൈഫിൽ സംഭവിക്കില്ല. സോ അതുകൊണ്ട് തന്നെ നമ്മൾക്ക് കൃത്യമായ രീതിയിൽ ഓരോ ദിവസം എന്തൊക്കെ ചെയ്യണം, എങ്ങനെ ചെയ്യണം എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് റൂട്ടീൻ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ആ റൂട്ടീൻ സയൻറ്റിഫിക് ആണ്. വർഷങ്ങളായിട്ട് ആൾക്കാർ എക്സ്പീരിയൻസ് ചെയ്ത് അവരുടെ എന്താ പറയുന്നത് ജീവിതത്തിൽ നടപ്പിൽ വരുത്തി തെളിഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ ഫോളോ ചെയ്യുക. ഞാൻ ഇനിയുള്ള 90 ദിവസത്തേക്ക് പണമാണ് മാനിഫെസ്റ്റ് ചെയ്യുന്നത്. സോ പണം മാനിഫെസ്റ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് എൻ്റെ ഒപ്പം ഞാൻ മാനിഫെസ്റ്റ് ചെയ്യുന്ന ഡെയിലി മാക്സിമം പറ്റുന്ന ദിവസങ്ങളിലെല്ലാം ഞാൻ നിങ്ങൾക്ക് പോസ്റ്റ് ചെയ്യാം. പറ്റുവാണെങ്കിൽ ലൈവിൽ വന്നിട്ട് ഞാൻ എൻ്റെ ഡെയിലി റൂട്ടീൻ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. സോ യു ക്യാൻ ഓൾസോ ഫോളോ മീ. സോ ആ രീതിയിൽ നിങ്ങൾ നിങ്ങളുടെ മോർണിംഗ് ആൻഡ് ഈവനിങ് റൂട്ടീൻ കൂടെ സെറ്റ് ചെയ്യണം. കാരണം അത് കറക്റ്റായി പോയെങ്കിൽ മാത്രമേ, കാരണം ഇതെല്ലാം ഒരു സിസ്റ്റം, നിങ്ങളുടെ സിസ്റ്റം തന്നെ മൊത്തത്തിൽ അഴിച്ച് പണിഞ്ഞ് റെഡിയാക്കണം, എന്നാൽ മാത്രമേ കാര്യങ്ങൾ നടക്കുകയുള്ളൂ. സോ നിങ്ങളെല്ലാവരും റെഡിയാണെന്ന് വിചാരിക്കുന്നു. റൂട്ടീൻ ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ പോസ്റ്റ് ചെയ്യാം. ഓരോ മോർണിംഗ് റൂട്ടീൻ ഒരു വീഡിയോ ആൻഡ് നെക്സ്റ്റ് വീഡിയോ ഈവനിങ് റൂട്ടീൻ ഞാൻ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത്. സോ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യുക, വീഡിയോ മുഴുവനായിട്ടും കാണുക. പിന്നെ ഞാൻ ഇതുവരെ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം എന്നൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷേ നിങ്ങളുടെ ജീവിതത്തിൽ ഏതെങ്കിലും ഒരു സുഹൃത്ത് അല്ലെങ്കിൽ നിങ്ങൾ കാണുന്നുണ്ട് ആരെങ്കിലും, നിങ്ങൾക്ക് പരിചയമുള്ള ഒരാൾ ജീവിതത്തിൽ തളർന്നു പോയി, ജീവിതത്തിൽ ഇനി ഒന്നുമില്ല എന്ന് തോന്നുന്ന ഒരാളെ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവർക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കണം. കാരണം അവർക്ക് 100% ഇത് ഉപകാരപ്പെടുമെന്നുള്ളത് എനിക്ക് അത്രത്തോളം ഉറപ്പുണ്ട്. സോ അവരെ നിങ്ങൾക്ക് രക്ഷിക്കണം എന്ന ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങളിത് അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാം. പിന്നെ ലൈക്ക്, കമൻറ്റ് അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതെന്ത് വേണമെങ്കിലും ചെയ്യാം. അതൊന്നും ഞാൻ ഇടപെടുന്ന കാര്യമേ അല്ല. പക്ഷേ ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം ഇത് ഒരാളുടെ ജീവിതം തന്നെ മാറ്റിമറിക്കാൻ പോകുന്ന വലിയ ഒരു ചേഞ്ച് ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ്. ഓക്കെ, സോ അടുത്ത വീഡിയോയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാം. കൃത്യമായിട്ട് ഞാൻ പറയുന്ന പോലെ ഫോളോ ചെയ്യുക, അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ കാര്യങ്ങൾ നടക്കുകയുള്ളൂ. കാരണം അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് മടി വരും. എന്തായാലും 1-2 ദിവസം കഴിയുമ്പോഴത്തേക്കും മടി വരും. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് എന്തിനാ കൃത്യമായിട്ട് അപ്ഡേറ്റ് ചെയ്യുക, എന്നെ ഇൻഫോം ചെയ്യുക, എന്നുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യുക. ഓക്കെ, സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ.